നന്ദി. നമ്മൾ ഇനി മലപ്പുറത്തേക്കാണ് പോകുന്നത്. മലപ്പുറം കാളികാവ് ആളക്കൊല്ലിക്കടുവയെ പിടികൂടാനുള്ള ദൌത്യം 7ാം ദിവസത്തിൽ. ഇന്നലെ കരുവാരക്കുണ്ട് കണ്ണങ്കൈ ഭാഗത്ത് രാത്രി 8 മണി വരെ ദൌത്യസംഘം കടുവയ്ക്കായി തിരച്ചിൽ നടത്തിയിരുന്നു. ദൌത്യത്തിനിടെ ഡിഎഫ്ഒ ധനിക് ലാലിന് പരിക്കേറ്റിരുന്നു. ഇന്ന് ഈ പ്രദേശത്തുകൂടി ക്യാമറകളും കൂടും സ്ഥാപിക്കുകയാണ് ആദ്യ നടപടി. മേഖല കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ ദൌത്യം. വിനമോദ് ചേരുന്നു വിവരങ്ങൾ. വിനമോദ്, ഒരിക്കൽ കൂടി വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ദൌത്യം ഇങ്ങനെ 7ാം ദിവസം എത്തി 8ാം ദിവസം എത്തി എന്നൊക്കെ പറയാൻ നല്ല സുഖമാണ്. പക്ഷെ അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് അത് കേൾക്കാൻ അത്ര സുഖമുണ്ടാവില്ല. കാരണം അവർ അത്രമാത്രം ആശങ്കയിൽ കഴിയുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഈ കടുവയെ പിടിച്ചാൽ മതി, കടുവയെ പിടികൂടി കൂട്ടിലാക്കിയാൽ മതി എന്നുള്ള പ്രാർത്ഥനയിൽ കഴിയുന്ന ആളുകളായിരിക്കും ഒരു പക്ഷേ അവിടെ ഉണ്ടാകുന്നത്. കടുവയെ കണ്ടു എന്ന് പറയുന്നു, കണ്ടു, കണ്ടില്ല, തൊട്ടു, തൊട്ടില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ കടുവയെ പിടികൂടാൻ സാധിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ് അനുമോദ്? ഭവ്യ, ഇന്നലെ വൈകുന്നേരം 3 മണിയോടെയാണ് മദാരി മേഖലയിൽ കടുവയെ നേരിൽ കണ്ടതായി നാട്ടുകാർ വിവരമറിയിക്കുന്നതും വനംവകുപ്പ് അവിടെ എത്തുന്നതും കടുവയുടെ കാൽപാദങ്ങൾ മണ്ണിൽ പതിഞ്ഞതായി കണ്ടെത്തുകയും ആ കാൽപാദങ്ങൾ പിന്തുടർന്ന് ആ മേഖലയിൽ ഒന്നാകെ തെരച്ചിൽ നടത്തുകയും ചെയ്തു. ഇത് വലിയ ദുഷ്കരമായ ഒരു ദൗത്യമായിരുന്നു. കാരണം ചെങ്കുത്തായ പ്രദേശമാണ്, ആളുകൾക്ക് നടന്നു പോകാൻ തന്നെ കഴിയാത്ത അത്ര ചെങ്കുത്തായ മേഖലയാണ്. റബ്ബർ എസ്റ്റേറ്റിനോട് ചേർന്നുള്ള വനമേഖലയാണ്. അവിടെ ഈ രാത്രി ഏറെ വൈകി ഈ ഒരു കടുവയെ പിടികൂടുക എന്നുള്ള ദൗത്യം അതീവ ദുഷ്കരമായ പ്രതിസന്ധികളാണ് അവർക്ക് മുമ്പിൽ തീർത്തത്. ഒന്ന്, ഇരുട്ടത്ത് അവിടെ നിൽക്കുന്നത് തന്നെ വലിയ അപകടമുള്ള സാഹചര്യം. 2, ആളുകൾക്ക് നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ കടുവയെ മയക്കുവെടി വയ്ക്കുക എന്നുള്ളത് വലിയ പ്രതിസന്ധിയായിരുന്നു. ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളും കടുവയ്ക്ക് ഒളിച്ചിരിക്കാൻ ഇഷ്ടംപോലെ കുറ്റിക്കാടുകളും മരങ്ങളും പാറക്കെട്ടുകളും ഒക്കെ ആ ഒരു മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ കടുവയെ കണ്ടെത്തുക എന്നുള്ള അതീവ ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ ഇന്നലെ രാത്രി 8 മണിയോടെ ദൗത്യം നിർത്തിവെക്കുകയായിരുന്നു. തുടർന്ന് തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ ആ മേഖലയിൽ കൂടുതൽ ക്യാമറകളും അതുപോലെ തന്നെ കൂടും അവിടേക്ക് വയ്ക്കുവാൻ വനംവകുപ്പിന്റെ തീരുമാനം. ഇന്ന് രാവിലെ തന്നെ അതിന് നടപടികൾ ആരംഭിക്കും. ഒപ്പം തന്നെ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിലും ഇന്ന് കൂടുതൽ നടത്തും. കടുവയുടെ സഞ്ചാരപഥം ഇതിനോടകം വ്യക്തമായതായിട്ടാണ് വനംവകുപ്പ് പറയുന്നത്. അത് കാളികാവ് പഞ്ചായത്തിലെ പാറശ്ശേരിയിൽ നിന്നും കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ മഞ്ഞൾപ്പാറയിലൂടെ മദാരി കേരള എസ്റ്റേറ്റ് ആ മേഖലകളിലൂടെയാണ് കടുവ സഞ്ചരിക്കുന്നത്. അതായത് വനമേഖലയോട് ചേർന്നുള്ള എസ്റ്റേറ്റുകളിൽ തന്നെയാണ് കടുവ കൂടുതൽ സമയം ഉള്ളത് എന്നൊരു വിലയിരുത്തൽ വനംവകുപ്പിനുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള സഞ്ചാരപഥം വ്യക്തമായതോടെ ഇനി കടുവയിലേക്ക് എത്താൻ അല്ലെങ്കിൽ കടുവയെ പിടികൂടാൻ വളരെ വേഗത്തിൽ സാധിക്കുന്നൊരു പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ഇന്നലെ ദൗത്യത്തിനിടെ ഡിഎഫ്ഒ ധനിക് ലാലിന് പരിക്കേൽക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കാലിന് ഈ ഒരു ദൗത്യത്തിനിടെ വീണ് പരിക്കേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ വളരെ ദുഷ്കരമായ ഒരു ദൗത്യം തന്നെയാണ് ഇന്നലെ ഉണ്ടായത്. പക്ഷേ ഇതിന്റെ തുടർച്ച ഓരോ അടിയും ഇത് പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ കാണുന്നത്. കാരണം കടുവയിലേക്ക് എത്താൻ എളുപ്പമല്ലാന്ന് നേരത്തെ തന്നെ അരുൺ സക്കറിയ ദൗത്യത്തിന് മുൻപ് തന്നെ വ്യക്തമാക്കിയതാണ്. ആനയെ പിടികൂടുന്ന പോലെ അത്ര എളുപ്പത്തിൽ കടുവയെ പിടികൂടാൻ കഴിയുകയില്ല. അതിൻ്റെ പല പ്രത്യേകതകളുണ്ട്. മാത്രമല്ല ആ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകളുണ്ട്. എന്നിരുന്നാലും കൂടുതൽ കടുവയിലേക്ക് എത്തുവാൻ ഓരോ ദിവസവും കഴിയും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പ് പങ്കുവയ്ക്കുന്നത്. ഇന്ന് രാവിലെ ആദ്യം ഈ മേഖലയിൽ സ്ഥാപിച്ച ക്യാമറകൾ പരിശോധിക്കുകയാണ് വനംവകുപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ഇന്നലെ കടുവയെ കണ്ട മേഖലയിൽ കടുവ വരാൻ സാധ്യതയുള്ളിടങ്ങളിൽ കൂട് സ്ഥാപിക്കുകയും ലൈവ് ക്യാമറ സ്ട്രീമിങ്ങിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുകയുമാണ് ചെയ്യുക. എന്നാണെങ്കിലും ഏറെ വൈകാതെ കടുവയിലേക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പ് പങ്കുവയ്ക്കുന്നത്. വിനമോദാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയെ കണ്ടു. പുലി റോഡ് മുറിച്ച് കിടക്കുന്നത് CCTV ക്യാമറയിൽ പതിഞ്ഞു. പുലിയെ പിടികൂടാൻ വനം വകുപ്പ് ഒന്നും ചെയ്യുന്നില്ല എന്നാരോപിച്ച് നാട്ടുകാർ വനം വകുപ്പ് ഓഫീസിൽ പ്രതിഷേധിച്ചു.